നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെജിറ്റേറിയൻകാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു 6ഓളം ഐറ്റംസ് ചേർത്ത ഇലയിൽ ചോറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഒരു നോൺ വെജിൻ്റെ ഒരു ഫീലോട് കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് ചേനയുടെ ഒരു മസാലക്കറിയാണ്. പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. പിന്നെ നമ്മൾ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ, അതിനുശേഷം ഒരു മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മൾ ഒരു ചമ്മന്തി, അതിനുശേഷമാണ് പപ്പടത്തിൻ്റെ ഒരു ഡിഫറെൻ്റ് ഐറ്റം നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കുന്നത് ചേന വെച്ചിട്ടൊരു മസാലക്കറിയാണ്. അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരേ വലുപ്പത്തിൽ ചേന ക്യൂബായിട്ട് കട്ട് ചെയ്തു, ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം വേവിക്കാൻ വയ്ക്കുകയാണ്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്പം കറിവേപ്പിലയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ്. അത് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മളത് അടച്ചു വയ്ക്കുകയാണ്. ഇത് നമ്മൾ 20 മിനിറ്റോളം വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ സവാളയും തക്കാളിയും കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ ബ്രൗൺ കളറാവുന്നവരെ സോട്ട് ചെയ്യുകയാണ്. ഇതൊരു 10 മിനിറ്റോളം നല്ല രീതിയിൽ സോട്ട് ചെയ്യുക. ഈ ഒരു പരിവായി വരുമ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഏകദേശം ഈ ഒരു ബ്രൗൺ കളറായിട്ട് സവോള കിട്ടും. വളരെ നൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഒരു 1-2 ഇട്ട് കൊടുക്കുക. ഫയർ കുറയ്ക്കാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സോട്ട് ചെയ്യുക. ഇത് ഏകദേശം വെന്ത് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഈ ഒരു പരുവത്തിൽ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കണേ. ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് പോകുന്നവരെ ഒരു 2-3 മിനിറ്റോളം വളരെ സ്ലോ ഫയറിൽ നമ്മൾ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലകൾ: മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, അതിലേക്ക് മല്ലിപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇതൊരു 5 മിനിറ്റോളം വളരെ സ്ലോ ഫയറിൽ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്യുക. ഇത് മസാലക്കുത്ത് എല്ലാം പോയതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ചേന ഇട്ട് കൊടുക്കുന്നുള്ളൂ. വളരെ സ്ലോ ഫയറിൽ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ നമ്മുടെ ചേന ഒരു അരമണിക്കൂറോളം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് വേവായിട്ട് നമുക്കിത് കിട്ടും. ഇത് വേണമെങ്കിൽ കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. ഇത് നമ്മൾ ഒരു പാനിൽ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുക. ഈ ഒരു പരുവത്തിൽ നല്ലതിലും വെന്ത് വന്നിട്ടുള്ള ചേന നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള മസാലയ്ക്ക് ഇട്ട് കൊടുത്തു. ഇത് ശരിക്കും ഒരു ചിക്കൻ കറി ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇറച്ചി മസാല, ചിക്കൻ മസാല വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റായിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു റോസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു പരുവാണിത്. ഇത് നമ്മൾ തിക്ക് ഗ്രേവി ആയിട്ട് നമ്മുടെ ചേന കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ, ഗാർണിഷിനായിട്ട് ഒരു പകുതി തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയിൽ ഓയിലെല്ലാം നല്ല തെളിഞ്ഞ് വന്ന് നല്ല ടേസ്റ്റുള്ള മസാലക്കറി നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ താളിപ്പ് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് ചെറുഉള്ളി ഒരു 4 വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ സോട്ട് ചെയ്തു. അതിലേക്ക് ബ്രൗൺ കളറായി വരുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്ത് നമ്മളതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിനായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തു. നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ചേന മസാലക്കറി കിട്ടി. ഇനി നമ്മൾ അടുത്ത ഐറ്റം തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലിട്ടു. ഇതൊരു 10-15 മിനിറ്റോളം നമ്മൾ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ സാമ്പാർ പരിപ്പ് 200 ഗ്രാമോളം എടുത്തു. അത് നല്ല രീതിയിൽ നമ്മൾ വാഷ് ചെയ്തു. വെള്ളം തെളിഞ്ഞു വരുന്ന അത്ര രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ വാഷ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ കുക്കറിലേക്ക് 200 ഗ്രാമോളം പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. സാമ്പാർ പരിപ്പാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് വേവിക്കുമ്പോൾ നമ്മളതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ ഹോളായിട്ടുള്ള ചെറുപുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത്. ഈ സമയത്ത് സാമ്പാർ മുളകോ സവാളയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ വരുന്ന അത്രയും സമയത്തേക്ക് വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ സാമ്പാറിൻ്റെ വെജിറ്റബിൾ ആയിട്ട് ക്യാരറ്റ് നമ്മൾ വളരെ ചെറിയ പീസായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തു. പടവല, കുമ്പളങ്ങ എല്ലാം നമ്മൾ വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇപ്പം നമ്മുടെ സാമ്പാറിൻ്റെ വെജിറ്റബിളെല്ലാം റെഡിയായി. അത് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കറിവേപ്പിലയും പച്ചമുളകും അതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞിട്ടു. അത് നമ്മൾ വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. വളരെ ചെറിയ വലുപ്പത്തിലാണ് നമ്മൾ സാമ്പാറിൻ്റെ പീസെല്ലാം കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഇപ്പോഴും നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫുള്ള് ടേസ്റ്റും ആ വെജിറ്റബിളിലേക്ക് ഇറങ്ങി കിട്ടും. പച്ചക്കറി നമ്മളൊരു 15 മിനിറ്റോളം അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കഷ്ണം എല്ലാം നല്ലോണം വെന്തുടഞ്ഞ് നമുക്ക് കിട്ടും. ഇനി നമ്മളിതിലേക്ക്
പരിപ്പും ഇതിൻ്റെ മസാലയും തയ്യാറാക്കി ഒഴിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്ത് കിട്ടും. അപ്പോൾ നമ്മളതിൻ്റെ സാമ്പാറിൻ്റെ മെയിനായിട്ടുള്ള മസാല നമ്മൾ സോട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം ഉലുവ, 1 ടീസ്പൂണോളം കടുക്, ടേബിൾ സ്പൂണല്ല ടീസ്പൂൺ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ ഒരു പകുതി പീസ്, അത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്ന് ഇട്ടാൽ മതി. വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ വലിപ്പത്തിലുള്ള സവാള നമ്മൾ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഉണക്കമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. സോട്ടായി വരാനായിട്ട് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഇത് നല്ല രീതിയിൽ വരണ്ട് വരണം. വെളുത്തുള്ളിയും സവാളയും എല്ലാം നല്ല രീതിയിൽ വരണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കടായിലൊക്കെ ഫ്രൈ ആവണോ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുക്കായിട്ട് കിട്ടും. ഈ ഒരു പരുവത്തിൽ നമ്മളിതിലേക്ക് മസാല, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി. സാമ്പാർ പൊടിയുടെ അളവ് വേണമെങ്കിൽ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള മസാലയുടെ അളവ് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വളരെ സ്ലോ ഫയറിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. വളരെ സ്ലോ ഫയറിൽ നമ്മൾ 2-3 മിനിറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കായപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്യുകയാണ്. വളരെ സ്ലോ ഫയറിലാണ് നമ്മളിപ്പോൾ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വെണ്ടക്കായ നമ്മൾ ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. പുളിയുടെ വെള്ളം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി കൂടി, വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. 2 കപ്പോളം പുളിവെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ പുളിവെള്ളത്തിലാണ് നമ്മുടെ വെണ്ടക്കായും തക്കാളിയും കുക്കാവുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വെണ്ടക്കായ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തക്കാളി കൂടി നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളൊരു 10 മിനിറ്റോളം വേവിക്കുമ്പോൾ 1 ടീസ്പൂണോളം പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വെന്ത് വന്നു കഴിയുമ്പോൾ അപ്പോൾ ആ മസാല ശരിക്കും അതിൻ്റെ പച്ചക്കുത്തിലെല്ലാം പോയി നല്ല രീതിയിൽ വെന്ത് വന്നു. ഈ ഇതിലേക്ക് നമ്മൾ വെജിറ്റബിളിലേക്ക് ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ പരിപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പാർ മസാല കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ പച്ചക്കറിയും പരിപ്പും സാമ്പാറിൻ്റെ തയ്യാറാക്കിയിട്ടുള്ള പൊടികളെല്ലാം മൂപ്പിച്ചും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് നമ്മൾ ഒരു 10-15 മിനിറ്റോളം വേവിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും കുറുകി വരും. ആ പച്ചക്കറി ഒക്കെ പൊട്ടറ്റോ ഒക്കെ എല്ലാം വെന്ത് നല്ലോണം കുറുകി, ആ പരിപ്പും നല്ലോണം വെന്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ടുള്ള സാമ്പാർ നമുക്ക് കിട്ടും. ഈ സമയത്ത് വേണമെങ്കിൽ വറുത്തരപ്പ് ഗ്രേവിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗാർണിഷിനായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കുറുകിയ സാമ്പാർ നമുക്ക് കിട്ടി. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ സാമ്പാർ, ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു മിക്സഡ് തോരൻ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് വളരെ ചെറിയ പീസ് ക്യാബേജ് നമ്മൾ ഫൈൻ ചോപ്പായിട്ട് മാറ്റി വെച്ചു. ഒരു 2 ചെറിയ പീസ് ക്യാരറ്റ് എടുത്ത് ഫൈൻ ചോപ്പായിട്ട് മാറ്റി വെച്ചു. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ എടുത്ത് ചൂടായി വന്ന് അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു സവാള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സവാള നമ്മൾ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. സവാളയുടെ അളവ് കൂടിയാലും നല്ല ടേസ്റ്റ് തന്നെയാവും. അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്തു. സവാള കൂടുന്തോറും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതൊക്കെ നമ്മൾ 2 മിനിറ്റ് ഓളം വരട്ടിയാൽ മതി. ഒരു വിധം വെന്ത് വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് മസാലകൾ അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് മസാല ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. മസാല ഒട്ടും കൂടിപ്പോകരുത്. നമ്മൾ വേറൊരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാബേജും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ സവാളയും ക്യാരറ്റും ക്യാബേജും എല്ലാം നല്ല രീതിയിൽ മിക്സായി. ഇത് നമ്മളൊരു 10 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ്. ആ സമയത്തിനുള്ള നമ്മൾ തോരൻ്റെ മസാല തയ്യാറാക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഒരു പിടി തേങ്ങ എടുത്തു. അതിലേക്ക് 4 പച്ചമുളക്, അല്പം കറിവേപ്പില, ഒരു 4 ചെറുള്ളി, ഒരു 2 ടീസ്പൂണോളം ജീരകം, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. അത് നമ്മൾ ആദ്യം തന്നെ ചെറുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ജീരകവും കൂടി ചേർന്നിട്ടാണ് ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഒരു അല്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി തേങ്ങ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. തോരൻ നമുക്ക് ഒരുപാട് ക്രഷ് ആവണ്ട. ഒരു 1-2 തവണ നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. ഓവറായിട്ട് പേസ്റ്റ് ആയപ്പോൾ നമുക്ക് തോരൻ്റെ ഒരു ഫിനിഷിങ്ങും ഇപ്പോൾ ഈ കിട്ടുന്ന സ്മെല്ല് വേറെ ആയിരിക്കും. നമ്മൾ അവിയലിന് അരയ്ക്കുന്ന സ്മെല്ലും വേറെ ആയിരിക്കും. ഈ ഒരു തോരൻ്റെ ജസ്റ്റ് നമ്മൾ ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള തോരൻ്റെ മസാലയായി. നമ്മൾ അല്പം കൂടി വെള്ളം ഇതിലേക്ക് തളിച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്പണായിട്ട് നമ്മൾ വേവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമ്മൾ അടച്ചു വെച്ചൊരു 5 മിനിറ്റ് വേവിക്കും തോറും നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ക്യാരറ്റും ക്യാബേജുമാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുള്ള ക്യാബേജും ക്യാരറ്റ് തോരൻ നമുക്ക് റെഡി ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഒരു ചമ്മന്തി തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഒരു അല്പം തേങ്ങ എടുത്തു. സവോളയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ചെറിയ പീസ് സവോള ഒരെണ്ണെടുത്ത് ക്യൂബായിട്ട് കട്ട് ചെയ്തു. കറിവേപ്പിലയും, ഉപ്പും, കാശ്മീരി മുളക് പൊടിയും, ആവശ്യത്തിന് പുളിയും,
1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. നമ്മൾ പുളിയും മുളകും ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. നമ്മൾ കാശ്മീരി മുളക് പൊടി, പുളി എന്നിവ ചേർത്ത് കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അടിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് സവോളയും കറിവേപ്പിലയും എല്ലാം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു. ഈ ഒരു പരുവത്തിൽ ചമ്മന്തിയുടെ ഒട്ടും വെള്ളമില്ലാതെ തന്നെ കുഴഞ്ഞ രൂപത്തിൽ നമ്മൾ അടിച്ചെടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളൊരു ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി തയ്യാറാക്കാണ്. അതിനായിട്ടൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഒരു സവാള 1.5 സവാള നമുക്ക് വേണമെങ്കിൽ സമയത്ത് ചേർക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമ്മളിതിനെ വഴറ്റിയെടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ വരണ്ട് വരും. അപ്പോൾ നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാല. മല്ലിപ്പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ ഇതിനെ സോട്ട് ചെയ്തു. ഒരു 2 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ സവോളയിൽ മസാലയെല്ലാം പിടിച്ചു. നമ്മൾ ഇനി ഇതിൻ്റെ മെഴുക്കുവരട്ടിയുടെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പകുതിയോളം വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കമുളക്, 1 സവോള ഇത്രയും ചേർത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ മെഴുക്കുവരട്ടിക്ക് അടിച്ചെടുത്തു. ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയുടെ റെഡിയായ പച്ചക്കുത്തെല്ലാം പോയതിന് ശേഷം കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും സവോളയുടെയും പേസ്റ്റ് കൂടി നമ്മൾ അതിലേക്ക് ചേർത്തു. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ഒരു 1.5 ബീറ്റ്റൂട്ടാണത്. വളരെ നീളത്തിൽ ഫൈനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് സംഭവം കുക്കാക്കി എടുക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് വെന്തതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇത് ഡയറക്റ്റായിട്ട് വേവിക്കുന്നതാണ് നല്ലത്. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ബീറ്റ്റൂട്ട് നമുക്ക് മാറ്റാം. ഒരു ചേഞ്ച് ആയിട്ടുള്ള പപ്പടത്തിൻ്റെ ഐറ്റമാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു 10 പീസോളം ചെറുള്ളി, 10 പീസോളം ഉണക്കമുളക് ഇത്രയും എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാണ്. ഇതൊന്ന് സോട്ടായി വരുമ്പോൾ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അത് നമ്മളൊരു പാൻ ചൂടായി വരുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് മസാല കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ പപ്പടം ഫ്രൈ ചെയ്ത് മാറ്റാണ്. പപ്പടം വളരെ ചെറിയ പീസുകളാക്കി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. നമ്മൾ എന്നിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാണ്. ഇതേ വലുപ്പത്തിലുള്ള പപ്പടത്തിൻ്റെ പീസുകളാക്കി നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി പപ്പടത്തെ ആദ്യം കട്ട് ചെയ്തു. ആ ചൂടായ ഓയിലിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റാണ്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം അതിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ എരിവും ഉപ്പും എല്ലാം ശരിക്കും പപ്പടത്തിലേക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് നമ്മൾ ചോറിലേക്ക് മിക്സ് ചെയ്യാണ്. ആദ്യം ചേനയുടെ കറി, മിക്സഡ് വെജിറ്റബിൾ തോരൻ, ചമ്മന്തി, ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി, തിക്കായിട്ടുള്ള സാമ്പാർ, പിന്നെ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പപ്പടത്തിൻ്റെ ഒരു മിക്സ്, ഒരല്പം അച്ചാർ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഇലയിലൂണാണത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഈ ചേനയുടെ മസാലക്കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. ശരിക്കും ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെ വരുന്ന രീതിയിലുള്ള ഐറ്റമാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇതിലേക്ക് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഒക്കെ യൂസ് ചെയ്ത് ശരിക്കും ഒരു നോൺ വെജിൻ്റെ ഒരു ഫീലോട് കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. നല്ല ടൈറ്റ് ആയിട്ടുള്ള കറികളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സാമ്പാറായാലും നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഐറ്റംസാണ് നമ്മളിതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ് നമ്മളിതിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ തൈരും അച്ചാറൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കണം.